വോട്ടെടുപ്പിലേക്ക് 4 ദിവസം മാത്രമേ ഉള്ളൂ. കേവലം 2 ദിവസം മാത്രമാണ് പരസ്യ പ്രചാരണത്തിന് ഇനി അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയം. അവസാന 2 ദിവസം മാത്രമല്ല, ഇന്ന് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച എന്നതുകൊണ്ടുകൂടി തന്നെ കൂടുതൽ സജീവമാകുകയാണ് സ്ഥാനാർത്ഥികൾ. വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടം എന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സ്ഥിതിയാണ് എല്ലായിടത്തെയും ദൃശ്യങ്ങളിൽ, പ്രതികരണങ്ങളിൽ എല്ലാം ഉള്ളത്. ഞായറാഴ്ച രാവിലെ ദേവാലയങ്ങളിൽ സുദിനമായതിനാൽ ദേവാലയങ്ങളിൽ ഉൾപ്പെടെ സ്ഥാനാർത്ഥികളും നേതാക്കളുമൊക്കെ പരമാവധി വോട്ടർമാരെ കാണുന്നതിനായി രാവിലെ മുതൽ തന്നെ സജീവമാണ്. ഷിനോ ജസ്റ്റി ചങ്ങനാശ്ശേരിയിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഒപ്പം ശ്യാംപ്രസാദ് കൊച്ചിയിൽ നിന്നുള്ള വിവരങ്ങളുമായി ചേരും. കൊല്ലത്ത് നിന്ന് കണ്ണൻ നായർ വിവരങ്ങൾ നൽകും. ഒപ്പം തിരുവനന്തപുരത്ത് നിന്ന് ടി എസ് ഹരികൃഷ്ണ, കോഴിക്കോട്ട് നിന്ന് മുഹമ്മദ് ഷഹീദ് ഉൾപ്പെടെയുള്ളവർ ഈ അവസാന ഞായറിൽ ഈ പ്രചാരണത്തിന്റെ അവസാന ലാപ്പിലേക്ക് എത്തുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, ഈ രാവിലെ എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ വിശദാംശങ്ങളുമായി ഷിനോജുണ്ട്. ഷിനോജ്, ഇന്നിപ്പോൾ ദേവാലയങ്ങൾ കേന്ദ്രീകരിച്ചായിരിക്കുമല്ലേ രാവിലെ തന്നെ സ്ഥാനാർത്ഥികളെല്ലാം സജീവമായത്? രതീഷ്, തീർച്ചയായും തെരഞ്ഞെടുപ്പിന് മുൻപുള്ള അവസാനത്തെ ഞായറാഴ്ചയാണ്, ഒപ്പം ഈസ്റ്ററുമാണ്. അതിനാൽ തന്നെ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ രാവിലെ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള ഓട്ടത്തിലായിരുന്നു. എനിക്കൊപ്പം ഉള്ളത് ചങ്ങനാശ്ശേരിയിലെ UDF സ്ഥാനാർത്ഥി വിനു ജോബാണ്. രാവിലെ പള്ളികൾ കേന്ദ്രീകരിച്ചുള്ള ഒരു ഓട്ടം പ്രദർശനം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി വീട്ടിലേക്ക് ഒന്ന് ഓടി കയറിയതാണ്. എങ്ങനെയുണ്ട്? കഴിച്ചു കഴിഞ്ഞു. സ്ഥാനാർത്ഥിയും ഒപ്പം ഈസ്റ്ററും എല്ലാം രണ്ടും ഒരുപോലെ. അതെ 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 അതെ. മൊത്തത്തിൽ നല്ല അന്തരീക്ഷം, ജയിക്കാൻ നല്ല സാധ്യത. അതെ. എത്ര പള്ളി കയറി രാവിലെ? ഇത് 7 പള്ളിക്കാരി. അതെ അതെ. 7ാമത്തെ പള്ളിയാണ് സ്വന്തം ഇടവേ വന്നത്. അതെ അതെ. പ്രതീക്ഷകൾ ഒരു 7000 മുതൽ 10000 വരെ കണക്കുണ്ടപ്പോൾ? തീർച്ചയായിട്ടും കണക്കുണ്ട്. ഈസ്റ്റർ ആയിട്ടുള്ള സ്പെഷ്യൽ എന്തൊക്കെയാണ്? ഈസ്റ്റർ സ്പെഷ്യൽ സാധാരണ എന്നാ ഈ വീട്ടുകാർ പറ. മക്കളാണ്, മോളാണ്. അതെ അതെ. അതെ, ഉറപ്പായിട്ടും ഞങ്ങൾക്ക് അതിൽ ഒരു കൺഫ്യൂഷനും ഇല്ല. ഞങ്ങൾ അച്ഛൻ ഇപ്പം പറഞ്ഞു 7000 വോട്ട് എന്നൊക്കെയാണ്. പക്ഷെ ഞങ്ങൾ ഇന്നലെ ആണെങ്കിലും ആൾക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞത് 7000 അല്ല 25,000 എന്നാണ്. അപ്പോൾ ഞങ്ങൾ അത്രയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രതീക്ഷയുണ്ട് 25,000. തീർച്ചയായിട്ടും ഉറപ്പായിട്ടും ജയിക്കും, ഉറപ്പായിട്ടും. ഭാര്യ കൂടി നമുക്കിപ്പം ചേരുന്നുണ്ട്. എന്താ കാപ്പി എന്താ രാവിലെ ഈസ്റ്ററായിട്ട് പാലപ്പം, ചിക്കൻ, ഡക്ക എല്ലാം ഉണ്ട്. കോട്ടയംകര വെച്ച് അല്ലേ ഈസ്റ്ററിന് അതില്ലാതെ കളിയില്ല. അതെ 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 അതെ. ഇലക്ഷൻ എങ്ങനെയുണ്ട്? വീട് പോയ ഇലക്ഷൻ പിന്നെ ഞങ്ങൾ എല്ലാ മണ്ഡലത്തിലും ഇറങ്ങുന്നുണ്ട്. ഞങ്ങളുടെ ഒരു കൂട്ടായ പ്രവർത്തനമാണ്. ടീം UDFനോടൊപ്പം ഞങ്ങൾ എല്ലാവരും പ്രവർത്തിക്കുന്നുണ്ട്. മികച്ച വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. ഈസ്റ്ററിനൊപ്പം വിജയം ഉണ്ടാവും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടായിരിക്കും, നല്ല വിജയം. കാരണം നമുക്ക് പൊതുവേ ഈ ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുമ്പോഴും ഈ നാട്ടിലൊക്കെ ഇറങ്ങുമ്പോഴും ഒക്കെ ആണെങ്കിലും ഭയങ്കര അഭിപ്രായമാണ് എല്ലാവർക്കും. ഈ പ്രാവശ്യം നമുക്ക് നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടത് തിരിച്ചു പിടിക്കണമെന്നുള്ള ഒരു ആവേശത്തിലാണ് ഇവിടുത്തെ ജനങ്ങളെല്ലാം തന്നെ. അപ്പോൾ തീർച്ചയായിട്ടും നല്ല വിജയം ഉണ്ടാകും. തീർച്ചയായിട്ടും നമ്മൾ തിരിച്ച് പിടിക്കും, തീർച്ചയായിട്ടും. ഇതൊരു LDFന്റെ ഒരു സിറ്റിംഗ് സീറ്റ് കൂടിയാണ്. അപ്പോൾ ആ കണക്കിലൊരു വെല്ലുവിളി ഉണ്ടോ? ഇല്ല, ഇത് 40 വർഷക്കാലമായി നമ്മുടെ പ്രിയങ്കരനായ CF തോമസ് MLA കൈക്കുമ്പിളിൽ വെച്ചുകൊണ്ട് നടന്ന ഒരു നിയോജക മണ്ഡലമാണ്. ഇത് വിശ്വാസികളുടെ ഒരു മണ്ഡലമാണ്, ജനാധിപത്യ വിശ്വാസികളുടെ മണ്ഡലമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ മണ്ഡലത്തിൽ കഴിഞ്ഞ പ്രാവശ്യം പറ്റിയ അബദ്ധം ഒരിക്കലും ഒരു ചങ്ങനാശ്ശേരിക്കാർ ആവർത്തിക്കുകയില്ല. എനിക്ക് 100%. ചങ്ങനാശ്ശേരിയിലെ സ്ഥാനാർത്ഥിയുടെ പ്രതികരണം, കുടുംബത്തിന്റെ പ്രതികരണം. ഈസ്റ്റർ ദിനമാണ്. എല്ലാവരും രാവിലെ ദേവാലയങ്ങളിൽ പോയി പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടു. പ്രാർത്ഥനയ്ക്കിടയിലും തെരഞ്ഞെടുപ്പ് കൂടി സജീവമായൊരു ഞായറാഴ്ചയാണ് കടന്നു പോകുന്നത്.